ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ വന്നത്. അപ്പോൾ നമ്മൾ വിട്ടു പോയിട്ടിപ്പോൾ 2 വർഷമായി. ഞാനുള്ളത് ഇപ്പം എൻ്റെ നാട്ടല്ല ഇത്, പക്ഷെ എനിക്ക് എൻ്റെ നാട് പോലെ തന്നെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവനും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഞാൻ ഈ നാട്ടിൽ എപ്പോൾ വന്നാലും ആദ്യം ഇവനെ വിളിക്കാൻ. ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവനെ എവിടെയാണെങ്കിലും പെട്ടെന്ന് ഓടി വരും. ഞാൻ ഏതാ ക്ലബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തും. അങ്ങനത്തെ ഒരു ചങ്ങായിരുന്നു. അപ്പോൾ നമ്മൾ വിട്ടു പോയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇടുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ല, ലൈക്കിന് വേണ്ടിയിട്ടൊന്നല്ല. നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. അതായത് എന്റെ ഫ്രണ്ട് മരിക്കുന്ന സമയത്തും വലിയ സമ്പന്നമൊന്നല്ലായിരുന്നു, പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ കോടീശ്വരനാന്ന് മനസ്സിലായി. കാരണം ഞാൻ അറിഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചയും അവന്റെ ഫ്രണ്ട്സ് ഇവന്റെ ഖബർസ്ഥാനത്ത് വന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വയം ചിന്തിച്ചു നോക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര ഫ്രണ്ട്സ് ഇതുപോലെ കാണാൻ വരും? ഇപ്പൊ 2 വർഷമായിട്ടും മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും അവന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. ഇവരെ സംബന്ധിച്ച് അത് അത്ഭുതമൊന്നുമല്ല, കാരണം ഇവർ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. ഈടെ ജീവിക്കുന്ന കാലത്ത് നമ്മളെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. തോന്നിവാസത്തിനും എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മളെല്ലാവരും സ്വയം ചിന്തിക്കുക, നമുക്ക് എത്ര നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം പൈസ ഉണ്ടാക്കലും വലിയ വീടുണ്ടാക്കലും കാറ് വാങ്ങലൊന്നല്ല, നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ മരിച്ച് കബറി കിടക്കണം. അല്ല, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉപ്പാക്കും ഉമ്മാക്കും പ്രായമായി കഴിഞ്ഞാൽ അവരെല്ലാം ചിലപ്പം നമ്മളെ കാണാൻ സന്ദർശിക്കാനൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഫ്രണ്ട്സ് അവർ മരിക്കുന്നവരെ അവർ നമ്മൾ ഓർക്കും, നമ്മളെ വന്ന് സന്ദർശിക്കും, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ. അതുകൊണ്ട് പറയാം, നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ഇപ്പൊ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സിനെ നന്നാക്കാൻ പറ്റുമോ ശ്രമിക്കുക. അവർ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഫ്രണ്ട്സ് ആണോ എന്ന് ആലോചിക്കുക. അവരപ്പുറം കൂട്ടുകൂടുക.